നൽകുമാറാകട്ടെ. നല്ല സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി സിസ്റ്റർ ബീന സിസ്റ്റർ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാടുവാനും പ്രാർത്ഥിപ്പാനും അല്പം മധ്യസ്ഥ അടച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ സഹായിച്ചല്ലോ. വിശേഷിച്ച് അനുഗ്രഹിക്കപ്പെട്ട വിടുതലിന്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആമേൻ നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവൻ ദൈവം ചെയ്ത പ്രവർത്തികൾ കേൾപ്പാൻ, വർണ്ണിപ്പാൻ ഒക്കെ കർത്താവ് ഒരുക്കിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രി കണ്ട പലരും ഈ പ്രഭാതം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ പങ്കാളികളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അനേകർക്ക് വേണ്ടി കരയുവാനും ഇടിവ് നിൽപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. രാവിലെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ നിന്ന് വളരെ സുപരിചിതമായ ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ളത്. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു അധ്യായമാണ് 29-ാമത്തെ അധ്യായം, യെരമ്യാ പ്രവചനം. യെരമ്യാ പ്രവാചകൻ പ്രവാസത്തിന് മുമ്പ് ജനിക്കുകയും പിറക്കുകയും പ്രവാസത്തിലേക്ക് പോവുകയും പ്രവാസത്തിന് ശേഷം മരിക്കുകയൊക്കെ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യെരമ്യാ പ്രവാചകൻ. തന്റെ ചെറുപ്രായത്തിൽ തന്നെ പുരോഹിതനായിരിക്കുന്ന അപ്പന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രവചനാത്മാവിൽ നിറഞ്ഞ് ആലയത്തിൽ വെച്ച് പ്രവചിക്കാൻ തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ് യെരമ്യാവ്. പ്രൈസ് ദി ലോർഡ്. കണ്ണീരിന്റെ പ്രവാചകനാണ്. ഇസ്രായേലിന്റെ നാശം ആത്മാവിൽ കണ്ടുകൊണ്ട് ചെറുപ്രായം മുതൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ് യെരമ്യാവ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ അവസ്ഥ മാത്രമല്ല, സ്വന്തം അവസ്ഥയും പരിതാപകരമാകുന്നു. ശപിക്കപ്പെട്ടതാവുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങൾ ജനത്തെ തകർത്ത് കളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിളിക്കുന്ന ഒരു ഭക്തനായ പ്രവാചകനാണ് യെരമ്യാവ്. ഇസ്രായേലിന്റെ നാശം ആത്മാവിൽ കണ്ടുകൊണ്ട് താൻ വിലപിക്കുന്ന യെരമ്യാവിന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. വിലാപങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എല്ലാം നാശം, നാശം, നാശം. സംഭവിക്കാൻ പോകുന്ന അനുസരണക്കേടിന്റെ ശിക്ഷ അതികഠിനമാണ് എന്നുള്ളതായ സന്ദേശം വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനാണ് യെരമ്യാ പ്രവാചകൻ. എന്നാൽ 29-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവചനത്തിന്റെ ഗതി മാറുകയാണ്. പ്രവചനം ആശ്വാസത്തിൻ്റെതായി മാറുന്നു, വിടുതലിൻ്റെതായിട്ട് മാറുന്നു. ദീർഘവർഷങ്ങളുടെ അടിമത്തം, ബാബിലോണിൽ അടിമകളായി പോയ ദൈവജനത്തിന്റെ ആശ്വാസവും വിടുതലും അവർക്കുള്ള മറുപടിയുമാണ് 29-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് വേഗത്തിൽ ഞാൻ ദൂതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഒരു കാര്യം ഓർത്തുകൊള്ളണം, പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം കൈവിടുകയില്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവവചനം ദൈവം മറന്നു കളയുകയില്ല, ദൈവം ഉപേക്ഷിക്കുകയില്ല. അത് ഉദാഹരണമാണ് യെരമ്യാവ്. സ്തോത്രം. ഹല്ലേലൂയ. ചെറുപ്രായക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുകയും പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവം എടുത്തു മാറ്റിയ ഒരു വ്യക്തിത്വമാണ് യെരമ്യാവ്. പ്രൈസ് ദി ലോർഡ്. തലമുറ തലമുറയായി പുരോഹിതന്മാരായിരിക്കുകയും അടുത്ത പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യേണ്ടതായ അപ്പനിൽ നിന്ന് ശുശ്രൂഷ ഏറ്റെടുത്ത് പുരോഹിതനായിരിക്കുകയും ആലയത്തിലെ നന്മ അനുഭവിക്കുകയും പരമ്പരാഗതമായിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ മേന്മകളും ശ്രേഷ്ഠതകളും മഹത്വവും വണക്കവും വന്ദനമൊക്കെ സ്വീകരിച്ച് ഒരു പുരോഹിതനായി മുന്നോട്ട് പോകേണ്ട ചെറുപ്പക്കാരൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവിക ശുശ്രൂഷയ്ക്കായി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഓർത്തുകൊള്ളണം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ സ്തോത്രം വലുതാണ്. അത് ഏത് സമയത്തും പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്ത് ഒരുക്കിയെടുക്കും. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നമുക്ക് വ്യത്യാസം വരുത്തും. അത് സഹോദരനായാലും സഹോദരിയായാലും കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും ഏത് സമയം ദൈവം ഒരാൾ ഉപയോഗിക്കും. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ മാറോട് ചേർന്ന് ഇരുന്ന യോഹന്നാനെ ദീർഘവർഷങ്ങൾ സുവിശേഷ വേലയിൽ, കർത്താവിന്റെ വേലയിൽ ചെയ്തുവെങ്കിലും 90 വയസ്സൊക്കെ ആയപ്പോഴാണ്
ആമേൻ ആ വെളിപ്പാടിന്റെ ആമേൻ സ്തോത്രം വരുംകാല നിത്യതയെക്കുറിച്ചുള്ള ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് ആമേൻ അധിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത്. സ്തോത്രം. അതുകൊണ്ട് ഏത് സമയത്തും പരിശുദ്ധാത്മാവ് ജനരെ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, സമർപ്പിച്ചാൽ ആമേൻ ദൈവം നമ്മളെ വ്യത്യസ്തമായ നിലയിൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആമേൻ ഒതുങ്ങുവാനോ ചുരുങ്ങുവാനോ ആമേൻ ഒരിടത്ത് ഒതുങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർ അങ്ങനെ തന്നെ ഇരുന്നു പോകും. എന്നാൽ യെരമ്യാവിനെ പോലെ സമർപ്പിച്ചു കൊടുത്താൽ ആമേൻ പ്രായഭേദമന്യേ ആ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കും. 2026 എന്റെ കർത്താവ് ഈ പുതിയ വർഷം വ്യത്യസ്തമായ രീതിയിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രഭാതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിറയ്ക്കാൻ ദൈവം മതിയായവനാണ്. അവരെ ഉപയോഗിക്കാൻ ദൈവം മതിയായവനാണ്. ഏറ്റവും കുറഞ്ഞത് സ്വന്തം കുടുംബത്തിലെ വിഷയങ്ങളെങ്കിലും അവൻ വെളിപ്പാടിൽ കണ്ട ആത്മാവിൽ ജാഗരിച്ച് വിടുതലെടുക്കാനുള്ള ഒരു അഭിഷേകത്തിനു വേണ്ടി അവൻ ഒന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. മറ്റൊരാളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തല കുനിക്കാനല്ല. ആമേൻ. ഏറ്റവും കുറഞ്ഞത് സ്വന്തം കുടുംബത്തെ കുറിച്ച് ആമേൻ സ്വന്തം വിഷയങ്ങളെ കുറിച്ചെങ്കിലും യെരമ്യാവിനെ പോലെ വെളിപ്പാട് പ്രാപിച്ച് പോരാടി ജയിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഏറ്റവും കുറഞ്ഞത് ഞാൻ എന്താകും എന്നുള്ള സ്തോത്രം ഒരു വെളിപ്പാട് യോസേഫിന് കിട്ടിയതുപോലെ, യാക്കോബിന് കിട്ടിയതുപോലെ ഒരു ദർശനമെങ്കിലും പ്രാപിച്ചെടുക്കാനുള്ള സ്തോത്രം ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവജനം പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ യെരമ്യാവ് ഒഴിവ് കഴിവാ പറഞ്ഞത്. അവൻ പറയുന്ന ഒഴിവ് കഴിവ് എന്താണെന്നറിയാമോ? ഞാൻ ബാലനാണ്. സ്തോത്രം. എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. എനിക്ക് അതിന്റെ അഭിഷേകം താങ്ങാനുള്ള ശക്തിയില്ല. ഈ ശുശ്രൂഷയൊക്കെ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. ആ കാലത്ത് നിങ്ങൾക്കറിയാമോ, പ്രവാചകന്മാർ തീരെ കുറവാണ്. വെളിപ്പാടുള്ളവർ തീരെ കുറവാണ്. കാലഘട്ടം വളരെ മോശമാണ്. യെശയ്യാവിനെ പോലുള്ള ശക്തന്മാരായിരിക്കുന്ന 1, 2, 3 പ്രവാചകന്മാരൊക്കെ ഉള്ളൂ. യെഹെസ്കേൽ ആ സമയത്തുണ്ട്. അവരൊക്കെ സ്തോത്രം ആയി വരുന്നുള്ളൂ. ഇപ്പോൾ മാതൃകയായിട്ട് കൊച്ചു പിള്ളേരാരും പ്രവചിക്കുന്നതായിട്ട് യെരമ്യാവിന്റെ മുമ്പിൽ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ കർത്താവോട് പറയാം, മോനെ നീ അങ്ങനൊന്നും പറയരുത്. ഞാൻ ബാലനാണെന്ന് നീ പറയരുത്. എനിക്ക് കഴിവില്ലെന്ന് നീ പറയരുത്. ആമേൻ സ്തോത്രം. നീ ബാലനാകുമ്പോൾ അല്ല നിന്നെ അഭിഷേകം ചെയ്തത്. നീ ബാലനായിരിക്കുമ്പോഴല്ല ഞാൻ നിന്നെ പ്രവാചകനായിട്ട് വിളിച്ചത്. നീ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴല്ല നിന്നെ പ്രവാചകനായി അഭിഷേകം ചെയ്തത്. അവിടെ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരുവാകുമ്പോൾ തന്നെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച് ഇസ്രായേലിന്റെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. വെളിയുണ്ടായിട്ടും തെരഞ്ഞെടുപ്പുണ്ടായിട്ടും എന്തുകൊണ്ട് ദീർഘവർഷങ്ങളായി ഒതുങ്ങിയിരിക്കുന്നു എന്ന് ശോധന ചെയ്താട്ടെ ഈ പ്രഭാതത്തിൽ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേണ്ടതുപോലെ ശോഭിക്കാൻ കഴിയുന്നില്ല. ഒരു അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഒന്ന് ശോധന ചെയ്താട്ടെ. കർത്താവേ, നീ എന്നെ കണ്ടതാ, നീ എന്നെ അറിഞ്ഞതാ, നീ എന്നെ തെരഞ്ഞെടുത്തതാ, നീ എന്നെ അഭിഷേകം ചെയ്തതാ, നീ എന്നെ ഒരുക്കിയതാ. ഉടമന ഹസ്തമാല ഖമന ഘടകസ്തി. ആമേൻ സ്തോത്രം. എന്നിട്ട് വല്ലപ്പോഴും ആമേൻ സ്തോത്രം ഒന്ന് ഉപയോഗിക്കപ്പെടുന്ന അല്ലാതെ വേണ്ടതുപോലെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ഒന്ന് പ്രാർത്ഥിച്ച് ബിജോയി ജമ്മു ആ ഡിവൈസ് കാണുന്ന ദേവദാസനോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളണം. ആമേൻ സ്തോത്രം. ആയിരിക്കുന്ന സാഹചര്യങ്ങളെ കർത്താവ് മാറ്റിയിട്ട് അഭിഷേകത്തിന്റെ പുതിയ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വലിയ വ്യത്യാസം ആത്മീക മേഖലകളിൽ ഉണ്ടാകട്ടെ. 2026 ഒരിടത്ത് ഒതുങ്ങുവാനല്ല, വിശാലമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി യെരമ്യാവിനെ പോലെ മുമ്പോട്ട് ഇറങ്ങണം. ദൈവാത്മാവ് അതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് ദൈവാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്തോത്രം. ദൈവാത്മാവ് ചോദിക്കുന്നു, അത് മതി, ഉള്ളത് മതി. അതിനെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അതൊരു അഭിഷേകം വ്യാപരിക്കുമ്പോൾ
ആമേൻ, അത് കർത്താവ് നിന്നെ കയ്യിലെടുക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി വലിയൊരു മാറ്റം ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് തന്നെ ആമേൻ വ്യക്തമായ ഗൈഡൻസും ആലോചനകളും സാഹചര്യങ്ങളെ തിരിച്ച് വ്യക്തികളെ ഒരുക്കി ആമേൻ വലിയ പണി ചെയ്തെടുക്കുമെന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ ദൂതറിയിക്കുകയാണ്. ആ വലിയ ആഗ്രഹം, തിളച്ചുമറിയുന്ന ആഗ്രഹം, ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ. ആമേൻ, സ്തോത്രം. അപ്പോൾ തന്നെ വേണ്ടതുപോലെ പ്രയോജനപ്പെടാൻ കഴിയുന്നുള്ളത് തേങ്ങൽ. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ കാണുന്നു. എന്നാൽ ഇന്ന് പകൽ ഓർത്തുകൊള്ളണം ഈ പ്രേരണ, ആമേൻ, ഒരുക്കം യേശുവിന്റെ നാമത്തിൽ, ആ സമ്മർദ്ദം ഇത് ആമേൻ യെരമ്യാവിന് വന്നതുപോലെ ആമേൻ പ്രിയ ദൈവദാസനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരുന്ന ആമേൻ സമ്മർദ്ദമാണ്, ഒരു തിക്കലാണ്. ആമേൻ, അതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ ശക്തിയോടെ ദൈവാത്മാവ് ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രായഭേദമില്ലാതെ ആമേൻ, ആമേൻ, ലിംഗഭേദമില്ലാതെ സ്ത്രീ ആയാലും പുരുഷനായാലും കർത്താവ് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴാണ് എന്റെ സമയം എന്നാണ് അല്ലേ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സാനെന്ന് പറയുന്ന ആ സഹോദരനോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ആമേൻ, സ്തോത്രം. സാൻ ബ്രദർ, ഹല്ലേലൂയ. മനസ്സിലാകുന്ന കൈ ഒന്ന് ഉയർത്തിക്കാണ്. മനസ്സിലാവുന്നുണ്ട്. ഡിവൈസിലുണ്ടോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യെരമ്യാവിനെ പോലെ ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, ആമേൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ആമേൻ, സ്തോത്രം. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ദൈവം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയൊരു അഭിഷേകത്തോടെ, വലിയ ശക്തിയോടെ ആമേൻ, സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ചില സ്വപ്നങ്ങളുണ്ട്. ആമേൻ, ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ അത് വേണ്ടതുപോലെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നില്ല. ചില പോരാട്ടങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ആമേൻ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നു. എന്നാൽ ആ പ്രതികൂലങ്ങളൊക്കെ തകർത്തുകൊണ്ട് ആമേൻ യോർദാൻ നദിയെ രണ്ടായി കീറിമുറിക്കുന്ന ആമേൻ, സ്തോത്ര പെട്ടകത്തിന്റെ ആമേൻ, സ്തോത്ര അനുഭവങ്ങൾ ആമേൻ പുരോഹിതന്മാർ കാല് ചവിട്ടിയപ്പോൾ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാല് ചവിട്ടിയപ്പോൾ യോർദാൻ നദി രണ്ടായി അവർക്ക് മുമ്പിൽ പിളർന്നു മാറിയതുപോലെ ആമേൻ ബ്രദറെ, ആമേൻ, സ്തോത്ര പരിശുദ്ധാത്മാവ് ചില തടസ്സങ്ങളെയൊക്കെ ആമേൻ മാറ്റിയിട്ട് ഒരു ശക്തിയേറിയ ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം നടത്താൻ പോവുകയാണ്. ആമേൻ. 2026 ആമേൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളണം. ആമേൻ, സെപ്റ്റംബർ മാസം മുതൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളെ വരുത്തും. ആമേൻ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുത്തോണം. ആമേൻ, സ്തോത്രം. തലയ്ക്കകത്തെ അസ്വസ്ഥതകൾ ഇട്ടുകൊണ്ട്, ആമേൻ തലയ്ക്കകത്ത് ചില ഭാരങ്ങൾ ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടങ്ങളുണ്ട്. പ്രാർത്ഥിച്ച് ജാഗരിച്ച് വിടുതലെടുക്കട്ടെ. രോഗസൗഖ്യം ദൈവമക്കളുടെ അവകാശമാണ്. ഈ പ്രിയ സഹോദരനെ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യം കൽപ്പിച്ച് വിടുവിക്കുന്നു. സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു സമയമാകുമ്പോൾ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കട്ടെ. ചോദ്യങ്ങൾ വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തിനെതിരായി, ദൈവദാസന്മാർക്കെതിരായി സ്തോത്രം നാവ് ഉയർത്തരുത്. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കീഴിലേക്ക്, ദൈവത്തിന്റെ നുഖത്തിന്റെ കീഴിലേക്ക് താണിരിക്കട്ടെ. സ്തോത്രം. മാറി നിന്ന് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. അനേകരുടെ വേദികളിലേക്ക് ഉയർത്തി കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ, ദൈവജനത്തിന് വേണ്ടി സംസാരിപ്പാൻ ദൈവം ഒരുക്കാൻ പോവുകയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അനേക ഇടത്ത് നിർത്തുമെന്ന് പകൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ള പ്രവാചകനായിരിക്കുന്ന യെരമ്യാവ് ശക്തമായി ജനത്തിനെതിരായിട്ട് ദൂത് പറയുന്നു. ജനത്തിനെതിരായിട്ടാണ് എല്ലാ ദൂതും. എന്നാൽ 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന് നന്മ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 7-ാം അധ്യായത്തിൽ 29-ാം അധ്യായം 7 മുതലേക്ക് വരുമ്പോൾ ദൂത് മാറുകയാണ്. ദൂത് പറയുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾ സന്താനങ്ങളെ ജനിപ്പിച്ച് നിങ്ങൾ വസ്തു നിലങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. സ്തോത്രം ചെയ്താട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
ഞങ്ങൾ അടിമകളായി പ്രവാസികളായി നിങ്ങളെ അയച്ചിരിക്കുന്ന ദേശത്ത് ആമേൻ ഇന്ന് ആമേൻ സ്തോത്രം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ആമേൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ആമേൻ നിങ്ങളുടെ പ്രവാസകാലം തീരും. ആമേൻ സ്തോത്രം. ഒരു മടങ്ങി വരവ്. ആമേൻ ഒരു പ്രവാസകാലം കഴിയുന്ന ആമേൻ പ്രവാസകാലത്തിൽ നിന്ന് ഒരു മടങ്ങി വരവ്. ഹല്ലേലൂയ. പ്രവാചകൻ പറയാ ഈ കഷ്ടപ്പാടിന് ഒരു 70 വർഷമേ ഉള്ളൂ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പ്രവാചകൻ പറയുന്നു ആമേൻ ദീർഘവർഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ അവിടെ അടിമകളായി സകലതും തീർന്നു. ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു. ഞങ്ങളുടെ ദേശത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളെ ഇടിച്ചു കളഞ്ഞ് ഞങ്ങളുടെ ദേശത്തിന്റെ മതിലിടിച്ച് ഞങ്ങളുടെ ആലയങ്ങളെ ഇടിച്ചു കളഞ്ഞ് ഞങ്ങളെ നശിപ്പിച്ച് ഞങ്ങളുടെ അടിസ്ഥാനങ്ങൾ വരെ തോണ്ടി എടുത്തിട്ട് ഒരു ശൂന്യാവസ്ഥയിലാക്കിയിട്ട് ആമേൻ അടിസ്ഥാനം പോലും കാണാനില്ലാത്ത രീതിയിൽ ഇസ്രായേലിലെ ആമേൻ സ്തോത്രം ആ ദേശത്തെ ഉടച്ചു കളഞ്ഞ പിശാചിന്റെ ദേശത്ത് അടിമകളായി പോയിരിക്കുന്ന ജനത്തോട് ആമേൻ ആശ്വാസത്തിന്റെ ദൂത് രമ്യ പ്രവാചകൻ പറയുക ഈ കഷ്ടത 70 വർഷമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ചുരുങ്ങിയ കാലയളവേ ഉള്ളൂ. ആ കാലയളവ് കഴിയുമ്പോൾ ആമേൻ മടക്കി വരുത്തും. ചിലരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരകത്തുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ തലമുറയുടെയോ രക്തബന്ധങ്ങളുടെയോ പ്രിയപ്പെട്ടവരുടെയോ മടങ്ങി വരവ്. കർത്താവേ ആമേൻ ദൈവകുറവിലേക്ക് മടങ്ങി വരണമേ, ദേശത്തേക്ക് മടങ്ങി വരണമേ, സ്വന്തമായവരിലേക്ക് മടങ്ങി വരണമേ. ആമേൻ ദൈവമേ സന്ദർശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ പ്രഭാതത്തിൽ പറയുക. ആമേൻ സ്തോത്രം. മടക്കി വരുത്തും. മടക്കി വരുത്തുന്ന ദിവസങ്ങളാണ് മടങ്ങി വരവിന്റെ ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മരിച്ചെന്ന് കരുതിയ പരിശുദ്ധാത്മാവ് പറയാ മരിച്ചുപോയി അഡ്രസ് പോലും ഇല്ലെന്ന് കരുതുന്ന ആമേൻ ചില ആമേൻ സ്തോത്രം മുടിയൻ പുത്രന്മാർ ആമേൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ്. ആമേൻ ആ മനുഷ്യന്റെ പ്രതീക്ഷ ആമേൻ വെറുതെ ആയില്ല. ആമേൻ ഒരു ദിവസം ആമേൻ ആ പുത്രൻ മടങ്ങി വന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ചില നഷ്ടമായി പോയതിന്റെ മടങ്ങി വരവ് ആമേൻ മടക്കി വരുത്തുമെന്ന പരിശുദ്ധാത്മ പറയുന്നത്. മടക്കി വരുത്തും. ആമേൻ ദുഷ്ടം കൊണ്ടുപോയത്, ആമേൻ ശത്രു അപഹരിച്ചു കൊണ്ടുപോയത്, ആമേൻ ശത്രു യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു കൊണ്ടുപോയത്, തോറ്റെടുത്ത് ആമേൻ സ്തോത്രം മുഖം കുനിച്ചെടുത്ത് തല കുനിച്ചെടുത്ത് നിന്ന് ആമേൻ മടക്കി വരുത്തും. ആമേൻ പ്രവാസം മാറും. ഹല്ലേലൂയ. അടിമത്തം മാറും. ഒന്നുമില്ലായ്മ മാറും. ആമേൻ സ്തോത്രം. ശൂന്യത മാറും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ചിലതൊക്കെ മടങ്ങി വരട്ടെ അന്ന് പ്രാർത്ഥിച്ചാട്ട്. നഷ്ടമായ ചിലതൊക്കെ മടങ്ങി വരട്ടെ. നഷ്ടമായ ചിലതൊക്കെ മടങ്ങി വരട്ടെ. ആമേൻ ചില പോയ സമയങ്ങൾ കൈവിട്ടുപോയ ചിലതൊക്കെ മടക്കി തരാൻ കർത്താവ് മതിയായവനാണ്. യേസ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കട്ടെ. ആമേൻ മടക്കി തരും. മടക്കി തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ മിനി മാത്യു സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. ആമേൻ കഴിഞ്ഞ നാളുകളിൽ നഷ്ടമായി പോയി എന്ന് കരുതുന്നത്, കൈമോശമായി പോയി എന്ന് കരുതുന്നത്, ശത്രു കൊണ്ടുപോയെന്ന് കരുതുന്നത് ആമേൻ ചിലതൊക്കെ മടക്കി കിട്ടുന്ന മാസങ്ങളാണ് മുമ്പിലുള്ളത്. ആമേൻ ചില പ്രതീക്ഷകളുണ്ട്. അതെല്ലാം നിവൃത്തീകരിക്കുന്ന മാസങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആമേൻ സ്തോത്രം. ആമേൻ പുഴു തിന്നതും ആമേൻ ഹല്ലേലൂയ തുള്ളം തിന്നതും ആമേൻ വെട്ടുക്കിളി വെട്ടിക്കളഞ്ഞതും ആമേൻ പുഴു തുരന്ന് നശിപ്പിച്ചതും ആമേൻ സ്തോത്രം അതിനൊക്കെ തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുന്ന വർഷമാണ് 2026. ആമേൻ സ്തോത്രം. ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആമേൻ മടങ്ങി വരവ്. പ്രവാസത്തിൽ നിന്ന് ഒരു മടക്കി വരുത്ത്. ആമേൻ ഒരു മടക്കി വരുത്തുന്ന ദൈവമാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 70 വർഷം എന്നുള്ളത് കാലപരിധി. ആമേൻ രമ്യ പ്രവാചകൻ ആമേൻ പരിശുദ്ധാത്മാവിൽ പറയുക. അതിനുവേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ 21 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. എന്താകും എന്റെ ജനത്തിന്റെ സ്ഥിതി എന്താകും? ആമേൻ യെരമ്യാവിനോടൊപ്പം തന്നെ ആമേൻ കാലഘട്ടത്തിൽ ആമേൻ അതിനോട് അനുബന്ധിച്ചുള്ള സമയത്ത് തന്നെയാണ് ദാനിയേലും അടിമയായി പോയത്. അവരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഞങ്ങളുടെ കട്ടത എന്ന് തീരും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ അടിമത്തം എന്ന് മാറും. ഞങ്ങളുടെ ശൂന്യത എന്ന് മാറും. ദാനിയേൽ പ്രാർത്ഥിച്ച് 21 ദിവസം പ്രാർത്ഥിച്ചത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടല്ല. അവൻ പ്രാർത്ഥിച്ചത് ദൈവമേ ഞങ്ങളുടെ സ്ഥിതി എന്ന് മാറും.
ഞങ്ങൾക്ക് അന്ന് യഥാസ്ഥാനപ്പെടാൻ പറ്റും. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ്, ആമേൻ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞത് ഈ വാക്യമാണ്. സ്തോത്രം. പ്രവാസകാലം 70 വർഷം കഴിയുമെന്ന് ദാനിയേലിനോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ചില മറുപടികൾക്കൊക്കെ വേണ്ടി 21 ഇരിക്കണമെങ്കിൽ ഇരുന്നേ പറ്റൂ. ആമേൻ, സ്തോത്രം. അതുപോലും തടയുന്ന പിശാച്, ആമേൻ, ദാനിയേലിന്റെ പ്രാർത്ഥന തടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ മറുപടിയാ തടഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും, എത്ര നാൾ പ്രാർത്ഥിച്ചാലും ചിലതിനൊക്കെ, ആമേൻ, സ്തോത്രം, കാലതാമസം വരുന്നു. ആത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് നിശ്ചയമായിട്ട് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഒരു ഉറപ്പുണ്ടാകട്ടെ. എത്ര പ്രായമായാലും, ആമേൻ, എത്ര കാലഘട്ടം കഴിഞ്ഞാലും, ആമേൻ, ദൈവം മറന്നുകളയുകയില്ല. കർത്താവ് ഉപേക്ഷിക്കുകയില്ല. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശിമെയോനും, ആമേൻ, ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, പ്രൈസ് ദി ലോർഡ്, അവർ രണ്ടുപേരും വർഷങ്ങളായി കാത്തിരിക്കുക. വളരെ പ്രായം ചെന്ന്, ആമേൻ, ഒരു 100 വയസ്സിനൊക്കെ അടുത്ത്, ആമേൻ, മരിക്കാറായിട്ടും മരിക്കാതെ, കണ്ണുമങ്ങാതെ എന്തിനുവേണ്ടിയാ കാത്തിരിക്കുന്നത് അറിയോ? ഒരു പ്രവചന ദൂതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെ കണ്ടിട്ടല്ലാതെ, ആമേൻ, മരിക്കയില്ലെന്നുള്ള പ്രവചനം 2 പേർക്കും, ആലയത്തിൽ വസിക്കുന്ന 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. യേശു കുഞ്ഞുമായി, ആമേൻ, യാഗത്തിനായി മറി നില്ലുമ്പോൾ, ആമേൻ, അവർ 2 പേരും കണ്ടു. ആമേൻ, ശിമെയോൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സമാധാനത്തോടെ എന്നെ വിട്ടയക്കണമേ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദൂതം നിവർത്തീകരിക്കപ്പെട്ടു. അവസാനത്തെ ദൂതം നിവർത്തിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് മരണത്തിന് വേണ്ടി, ആമേൻ, ആ പ്രവാചകയെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഓർത്തുകൊള്ളണം, ആമേൻ, എത്ര പ്രായമായാലും ദൈവം പറഞ്ഞതിന്, ദൈവാത്മാവ് പറഞ്ഞതിന് യാതൊരു വ്യത്യാസവുമില്ല. അതിന് മാറ്റം വരികയില്ല. ആമേൻ. ദൈവം അത് സാധിപ്പിക്കും. എന്താണെന്നറിയത്തില്ല. പ്രഭാതത്തിൽ പറയുക, വളരെ പരിശുദ്ധാത്മ പറയുന്നു, വളരെ പ്രായം ചെന്നവരോട് പരിശുദ്ധാത്മ പറയുക, ചില ആഗ്രഹങ്ങളുണ്ട്, ദൈവം പറഞ്ഞ ദൂതുകളുണ്ട്, അത് നിവർത്തീകരിക്കും. അത് നിവർത്തീകരിച്ചിട്ടേ നിന്റെ കണ്ണടയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. പ്രായമായ, ആമേൻ, ചിലരോട്, മാതാക്കളോട്, പിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവാത്മാവ് പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ടിട്ട് അത് കൈകൊണ്ട്, ആമേൻ, എടുത്തിട്ട്, ആമേൻ, യേശുവിന്റെ നാമത്തിൽ കയ്യിൽ അത് ലഭിച്ചിട്ട്, ആമേൻ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചിട്ട് മാത്രമേ കണ്ണടയുള്ളൂ എന്ന് ഉറപ്പിച്ച്, തറപ്പിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ആമേൻ. അതിനു മുമ്പ് ഈ ലോകം വിടാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ, സ്തോത്രം. ഈ വചനത്തിന്റെ ഉറപ്പോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു. സ്തോത്രം. ആരോഗ്യത്തെക്കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറട്ടെ. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത വിട്ടുമാറട്ടെ. ആത്മാവിൽ ധൈര്യപ്പെട്ടാട്ട്. വാക്ക് പറഞ്ഞവൻ ദൈവമാണ്. വാക്ക് പറഞ്ഞ കർത്താവ് മാറുകയില്ല. ഈ പ്രഭാതത്തിൽ ഒരുറപ്പ് പ്രാപിച്ചാട്ട്, ആമേൻ, സ്തോത്രം. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അത് യാത്രയായാലും, അത് നന്മകളായാലും, എന്തും, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അനേകരെ ധൈര്യപ്പെടുത്താനും ഉറപ്പിക്കാനും, ആമേൻ, അനേകരെ കർത്താവിലേക്ക് ഒരുക്കാനും ഒക്കെയാ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പ്രായമായി, ഞാൻ രോഗിയാണ്, അവൻ എനിക്ക് എത്ര നാളുണ്ട് പറയരുത്. ആ വാക്ക്, അവൻ എത്ര നാളുണ്ട് എന്ന് പറയരുത്. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ജനം മുഴുവൻ പറഞ്ഞതാ. ആമേൻ. യെരമ്യാവ് പറഞ്ഞു, അങ്ങനെ പറയരുത്. എത്ര നാളുണ്ടെന്ന് ഇനിയും പറയരുത്. എത്ര നാളുണ്ടെന്നല്ല, എത്ര നാൾ കർത്താവ് തന്നാലും അത്ര നാളും ആർക്കുള്ളതാ? എന്റെ കർത്താവിനുള്ളത്. ഹല്ലേലൂയ. അവൻ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നന്മ കാണും എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഒന്ന് ഉറച്ചാട്ട്, ധൈര്യപ്പെട്ടാട്ട് എല്ലാവരും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചിലതൊക്കെ ചെയ്യാനുണ്ട്, ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. ആമേൻ. ചിലർക്ക് വേണ്ടി നിൽക്കേണ്ടതുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിന് പ്രായം ഒരു തടസ്സമല്ല. ആമേൻ, സ്തോത്രം. ജനത്തോട് പറയുക, നിങ്ങൾ നന്മ കാണും, നിങ്ങൾ ഉയർച്ച കാണും. 70 വർഷം കഴിയുമ്പോൾ, ആമേൻ, നിങ്ങളെ, ആമേൻ, സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തും. ആമേൻ, സ്തോത്രം. യെരമ്യാവ് ബാബിലോണിൽ നിന്നല്ല പ്രവചിക്കുന്നത്. 29-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നത് നശിച്ചുപോയ, നശിപ്പിച്ച സ്വന്തം ദേശത്ത് നിന്നുകൊണ്ടാണ് പ്രവചിക്കുന്നത്.
മടക്കി വരുത്തി. 70 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സുള്ളപ്പം പോയ കുട്ടി 70 വയസ്സായപ്പോൾ നല്ല വൃദ്ധനാകും, അല്ലെ വൃദ്ധയാകും. അവരോട് പറയുന്നത്, നിങ്ങൾ മടങ്ങി വരും, മടക്കി വരുത്തും, വീടുകളെ പണിത് പാർക്കും, ആമേൻ, ദേശം കൈവശമാക്കും, ആമേൻ, പഴയ അനുഭവത്തിലേക്ക് പഴയതുപോലെ ആമേൻ നിങ്ങൾ ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി വരുത്തും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇടിച്ചു കളഞ്ഞത്, ശത്രു തകർത്തു കളഞ്ഞത്, ആമേൻ, സ്തോത്രം, ആമേൻ, അതിലേക്ക് നിങ്ങളെ വന്ന് നിങ്ങളുടെ തലമുറ അതിനെ പണിയുമെന്ന് യശയ്യാപ്രവചനത്തിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. തലമുറയെ കുറിച്ച് ആമേൻ പുരാതന ശൂന്യങ്ങളെ എന്ത് ചെയ്യും? പണിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അവരുടെ പേര് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പന്മാരെ ആമേൻ നശിപ്പിച്ചു കളഞ്ഞോ, ആമേൻ, ഇടിവുകളെ നികത്തുന്നവനെന്നും ആമേൻ പുരാതന ശൂന്യങ്ങളെ പണിയുന്നവനെന്നും നിങ്ങളുടെ തലമുറയ്ക്ക് പേര് വരുമെന്ന ആമേൻ. സ്തോത്രം പറയേണ്ടത് അറിയാമോ? ആമേൻ, സ്തോത്രം. ബാബിലോണിലെ ആമേൻ നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇടിച്ചു കളഞ്ഞ ആമേൻ മതിലുകൾ, ആമേൻ തീ വെച്ച് കളഞ്ഞ ആമേൻ വലിയ കോട്ടകൊത്തളങ്ങൾ, നശിപ്പിച്ച ആലയങ്ങൾ, അതൊക്കെ പണിയത്തക്കവണ്ണം തലമുറകളെ ഉപയോഗിക്കുമെന്ന് സെരുബാബേലിനെ, നെഹമ്യാവിനെ, എസ്രായെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സെഫന്യാവിനെ, ആമേൻ, സ്തോത്രം, സക്കറിയാവിനെ ഒക്കെ ദൈവം ഉപയോഗിച്ചു. എന്തിനെ? പണിയാൻ. എന്നിട്ട് അതിലേക്ക് വന്ന് നിങ്ങൾ പാർക്കുമെന്ന് ആമേൻ. ഒന്ന് പ്രാർത്ഥിച്ചോണം, തലമുറ അനുഗ്രഹിച്ചോണം, തലമുറകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. അവരിപ്പൊ ഏത് സാഹചര്യം വേണം നോക്കരുത്. ആമേൻ. ദൈവം അവരെ പണിതെടുക്കും, ദൈവം അവരെ ഉപയോഗിക്കും. തലമുറകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആഗ്രത വിട്ടുകളഞ്ഞിട്ട് ആമേൻ, സ്തോത്രം, വാർദ്ധക്യത്തിൽ ആമേൻ ഒരു അത്ഭുതം, വാർദ്ധക്യത്തിൽ ഒരു ആശ്വാസം, വാർദ്ധക്യത്തിൽ സമൃദ്ധി, ആമേൻ, വാർദ്ധക്യത്തിൽ ചില നന്മകൾ. എന്റെ കർത്താവേ, ആമേൻ, എനിക്ക് മതി, തൃപ്തിയായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആമേൻ, സ്തോത്രം, നിത്യതയിലേക്ക് കാല് എടുത്തു വെക്കാൻ തക്കവണ്ണം തലമുറകളെ ബ്ലസ് ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവിടെ നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്നവയെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു ശുഭഭാവി വരാൻ വേണ്ടി ചില നിരൂപണങ്ങൾ, ചില കൗൺസിലിങ്ങുകൾ, ആമേൻ, ചില ആലോചനകൾ ഉണ്ടെന്ന്. ശുഭഭാവി യേശുവിന്റെ നാമത്തിൽ. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് യെരമ്യാവിൽ കൂടെ പറയുക, അടിമത്തത്തിൽ കിടക്കുന്നവരോട് പറയുക, ആമേൻ, എനിക്കൊരു ചില നിരൂപണങ്ങളുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ കണക്കുകൂട്ടലുകളുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു കാര്യം ഓർത്തോളൂ, അതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, അത് നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, നിങ്ങളുടെ നന്മയ്ക്കായിട്ടാ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം ചെയ്താട്ടാ ഇരിക്കുന്ന ഇരിപ്പിൽ. ആമേൻ, സ്തോത്രം. ഒന്ന് ബലപ്പെട്ടെ. ആമേൻ, സ്തോത്രം. ദൈവം ചില കാര്യങ്ങൾ നിരൂപിക്കുന്നുണ്ട്. അതെന്താണ് ദൈവത്തിനറിയാം. അത് ചിലപ്പോൾ പ്രവാചകന്മാർക്ക് വെളിപ്പെടാത്തതായിരിക്കാം, നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്തതായിരിക്കാം. എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അത് നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, നിങ്ങളുടെ നന്മയ്ക്കായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവം ചിന്തിക്കുന്നതും ആമേൻ ദൈവം ആഗ്രഹിക്കുന്നതും ആമേൻ ദൈവം പദ്ധതി ഇടുന്നതും ആമേൻ നമ്മുടെ നന്മയ്ക്കായിട്ടാ. ഹല്ലേലൂയ. ദൈവജനത്തിന് നന്മയാ, ദൈവജനത്തിന് നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നാൽ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുമെന്ന് അടുത്ത വാക്യം 29:12. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നിങ്ങൾ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഈ വാക്യം തന്നെയാണ് യേശുവും അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞത്. ആമേൻ. എന്നെ വിളിച്ചപേക്ഷിക്കാൻ നിനക്ക് ഉത്തരം എന്നുള്ള പഴയ നിയമത്തിലെ വാക്യങ്ങൾ പലതുണ്ട്. അതെല്ലാം കൂടെ ഒക്കെ സമ്മറൈസ് ചെയ്താ പറഞ്ഞിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. ആമേൻ, സ്തോത്രം. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ, യാചിക്കുന്നവൻ ലഭിക്കും. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ ഉറപ്പിച്ചു പറയും. ഇതുപോലുള്ള പ്രവചന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തിന്റെ നിവർത്തീകരണം അതൊക്കെ. ആമേൻ, സ്തോത്രം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. സ്തോത്രം. ആ ഒരു ഉറപ്പിന് പകരം ഉണ്ടാകട്ടെ. നിങ്ങൾ അപേക്ഷിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ആമേൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ
നിങ്ങൾ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ ലോകത്തിൽ ഒരു നേട്ടവും വേണ്ട, ഒരു നന്മയും വേണ്ട. ആമേൻ സ്തോത്രം. ഇനി എനിക്ക് എന്തിനാ എനിക്ക് എന്റെ കർത്താവിനെ മതി. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആമേൻ ഒരു നന്മയുടെ പുറകെ ഞാൻ പോകുന്നില്ല കർത്താവ്, എനിക്ക് നീ മാത്രം മതി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അവൻ നീ എന്നെ കണ്ടെത്തും. സോമി ജോർജ് ആമേൻ സ്തോത്രം ആ ദൈവദാസിയോട് പരിശുദ്ധാത്മാവ് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തും. ആമേൻ. ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ആമേൻ, എനിക്കൊന്നും വേണ്ട, ഇനി എന്റെ കർത്താവ് മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച് അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച നിലവിളിയും കണ്ണുനീരും ഒക്കെ ദൈവം മറന്നിട്ടില്ല, തുരുത്തിയിലാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ചില വർഷങ്ങൾ കൂടെ ഓടാനുണ്ട്, അവൻ ചില വർഷങ്ങൾ കൂടെ അധ്വാനിക്കാനുണ്ട്. ഇതൊക്കെ തുടക്കമാണ്, അവസാനമല്ല എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ ആമേൻ. എനിക്ക് നീ മാത്രം മതി. ആമേൻ സ്തോത്രം എന്നുള്ള സമർപ്പണം. ആമേൻ. യെരമ്യാവ് പരിശുദ്ധാത്മാവ് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ നീ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൂരസ്ഥനല്ല, ഞാൻ സമീപസ്ഥനായ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ദൈവദാസിയോട് ഓർപ്പിക്കുന്നു. അകന്നിരിക്കുന്നവനല്ല, അടുത്തിരിക്കുന്നവനാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനിയും ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ചിലരെ ധൈര്യപ്പെടുത്താനുണ്ട്. ആമേൻ. ചിലത് കാണേണ്ടതുണ്ട്, ചിലത് പ്രാപിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആരാധന ഹസ്തമാരകൽക്കമാനക. ആമേൻ സ്തോത്രം. സമർപ്പിച്ചു കൊടുക്കട്ടെ, ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ആമേൻ. പ്രവാസം കഴിഞ്ഞ് ഒരു മടങ്ങി വരവുണ്ട്. പ്രവാസം കഴിഞ്ഞൊരു മടങ്ങി വരവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. ചിലതൊക്കെ മടക്കി വരുത്തുന്നത് കാണും. ആമേൻ. ചിലതൊക്കെ തിരികെ വരുന്നത് കാണും, ചിലതൊക്കെ മടങ്ങി വരുന്നത് കാണും. ആമേൻ. കണ്ണുകൊണ്ട് കണ്ടിട്ട് മാത്രമേ ആമേൻ ഹല്ലേലൂയ ആമേൻ നിത്യതയിലേക്ക് ഒരു പ്രവേശനമുള്ളൂ. ഉള്ളിൽ ധൈര്യം ഏറ്റെടുക്കട്ടെ, ബലം ഏറ്റെടുക്കട്ടെ. അർത്ഥാഖാമന അക്ഷം ദുലീധർഖമാന ഘടകസ്തി അൽഖാമന ഘടക ശന്തനാരിയാരകച്ചന അൽഖമാന ദീപൽ ഖമാന. ആമേൻ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ പറയുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം ആമേൻ നൽകുന്ന ദിവസങ്ങളാണിത്. ആമേൻ സ്തോത്രം. ചില ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന വർഷങ്ങളാണിത്. ആമേൻ സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആമേൻ സ്തോത്രം. ചില ദൈവ സാന്നിധ്യവും ചില വിടുതലുകളും ആമേൻ ചില ദൈവ പദ്ധതികളും ആമേൻ അനുഭവിച്ചറിഞ്ഞിട്ട് ആമേൻ നിർത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം ഫറവോന്റെ മുമ്പിൽ മോശയെ നിർത്തിയതുപോലെ, യെസ് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഫറവോന്റെ മുമ്പിൽ മോശയെ നിർത്തിയതുപോലെ ആമേൻ ചിലയിടത്തൊക്കെ നിർത്താനുണ്ട്. ആമേൻ സ്തോത്രം. ശക്തി തരും, ബലം തരും, ആലോചന തരും. അവൻ ശക്തിയിൽ വലിയവനാണ്. ആമേൻ. അവൻ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്തവനാണ്. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും എന്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കയില്ല. ഞാൻ തന്നെ ദൈവം. ആമേൻ. യഹോവ തന്നെ ദൈവം. ആമേൻ. ഇത് ചെയ്തത് ദൈവമാണെന്ന് അറിയത്തക്കവണ്ണം ആമേൻ ചില പദ്ധതികൾ ആമേൻ കുടുംബാന്തരീക്ഷത്തിൽ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെതായ ചില മാന്യതകൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കുക. ആമേൻ സ്തോത്രം. യോശുവയോട് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കണം. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു നിലവാരത്തിൽ ആമേൻ ആമേൻ ദൈവം ആമേൻ ഉപയോഗിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസിച്ചു കൊള്ളണം, ധൈര്യപ്പെട്ടോണം. കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിഖമന ശംദരാരഘടകസ്തി. ആമേൻ. ഒരു നിമിഷം പോലും വിട്ടുമാറാത്ത ആമേൻ ദൈവ സാന്നിധ്യമാണ്. ആമേൻ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം പ്രഭാതത്തിൽ ഓർത്തുകൊള്ളുക, ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഹല്ലേലൂയ. അറഖമന ശംദരാരക അർത്ഥമാന ശംദേരിക്കിനിയാരകത്തുനാരക. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ആമേൻ. രമ്യ പ്രവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ കാണുന്നത് എന്നറിയാമോ? ആമേൻ. സ്തോത്രം. പ്രവാചകൻ പറയാ, ഒരു മടങ്ങി വരവുണ്ടെന്ന് മാത്രമല്ല, ആമേൻ നിങ്ങൾ പണിത വീടുകളെ പണിത് പാർക്കുന്നല്ല, അത് മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കും, നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
കൂടെയുണ്ട്. ഒരു ദൈവം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോളം ധൈര്യം വേറെ വല്ലതും ഉണ്ടോ? അത്രത്തോളം ധൈര്യം വേറെ എന്താ ഉള്ളത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് ധൈര്യപ്പെട്ടാട്ട് ദൈവമക്കളെ, കർത്താവിന്റെ കൂടെ ഇരിക്കുമെന്ന് പറയുന്നതിന്റെ അത്ര ഉറപ്പ് വേറെ എന്തിനാ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അറഖമന ശംഭവാനക അന്താരകത്തനാരിയാരകടകസ്തി. ആമേൻ, സ്തോത്രം. ഇപ്പൊ യെരമ്യാവിൽ കൂടെ ഒരുറപ്പ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തരികയാ. ആമേൻ, സ്തോത്രം. ഒരു മടങ്ങി വരവുണ്ടെന്ന് മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാണ്. ഒരു നിരൂപണം, ഒരാലോചന, എനിക്ക് വേണ്ടിയിട്ട് ഒരാലോചന. നമുക്കറിയാം, നമ്മളെ കുറിച്ച് ഒരാൾ വിചാരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതിന് നമുക്ക് വലിയ സന്തോഷമല്ലേ ദൈവമക്കളെ? ആമേൻ, സ്തോത്രം. ഒരാൾ നമ്മളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഒരാൾ പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഞാൻ നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ വിഷയം ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്റെ ചിന്തയിൽ അതുണ്ട്, ആമേൻ എന്നൊരാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ യാത്ര സന്തോഷമുള്ള കാര്യമാണ്, അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. ആരും സഹായിക്കാനില്ലാത്തപ്പോൾ, ആരും ആമേൻ, സ്തോത്രം, കരുതാനില്ലാത്തപ്പോൾ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കുന്നത് എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മാനുഷിക വാക്കുകൾ അങ്ങനെ ആണെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മാനുഷിക വാക്ക് അങ്ങനെ ആശ്വാസം തരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്നത് നമുക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണ്. അവിടെ പരമപ്രവാചകനിൽ കൂടെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങളുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ആലോചനകളുണ്ട്, അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയാകുന്നു എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്നലെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു. ഹല്ലേലൂയ. അയാളൊന്ന് ക്ഷയിക്കാൻ്റെ കൊടുത്തപ്പോൾ, അയാളൊന്ന് വിളിച്ചപ്പോൾ, അയാളൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ, സ്വർഗം കിട്ടിയ സന്തോഷത്തിലാണ് ഓരോരുത്തർ വാർത്താ ചാനലുകൾ പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ? ഹല്ലേലൂയ. കേട്ടില്ലെങ്കിൽ രാവിലത്തെ ന്യൂസ് കേട്ടാൽ മതി. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി ഇങ്ങനെ സന്തോഷിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഈ ലോകത്തിന്റെ ഒരു നേതാവ്, ഒരു മനുഷ്യൻ ഒന്ന് പരിഗണിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്വർഗം കിട്ടിയ സന്തോഷമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിഗണിക്കുന്നു, നമ്മൾ ഓർക്കുന്നു എന്നുള്ളത് ആമേൻ ഇന്ന് പ്രഭാതത്തെ കേൾക്കുമ്പോൾ നമ്മൾ എത്ര മതിമറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ, സ്തോത്രം. ആമേൻ. സദൃശവാക്യങ്ങൾ 10:3 ഒരു ഉറപ്പ് തരിക, യഹോവ നീതിമാനെ എന്ത് ചെയ്യത്തില്ല? പട്ടിണി കിടത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരെ കൊതിയും അവൻ തള്ളിക്കളയുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് പറയുക, നീ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല, നീ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നീതിമാനെ അറിയുന്നു, ദരിദ്രനായി തള്ളാൻ ദൈവം അനുവദിക്കുകയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ നീതിമാനെ അറിയുന്ന ഒരു കണ്ണുണ്ട്, നീതിമാനെ കാണുന്ന ഒരു കണ്ണുണ്ട്. അവൻ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, സ്തോത്രം. പ്രവാസത്തിൽ പോയി അടിമകളായി അടിമത്തകത്ത് കിടക്കുന്നവർ പറയും, നിങ്ങൾ മടങ്ങി വരും, അവൻ നിങ്ങളെ പട്ടിണിക്കിടത്ത്, നിങ്ങൾ ദാരിദ്ര്യത്തെ തള്ളത്തില്ല, നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ടാകുമെന്ന് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഈ ദിവസങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. അവൻ ദൈവസന്നിധിയിൽ ജാഗരിച്ചു കൊള്ളണം. അവൻ വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളണം. സമർപ്പിച്ചു കൊടുത്തു പോകണം. കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് കൈവിടുകയില്ല, കർത്താവ് മറന്നു കളയുകയില്ല. അവൻ നമ്മളെ കുറിച്ച് കരുതുന്നവനാണെന്നുള്ള ഒരുറപ്പ് ഇന്ന് പകൽ ദൈവാത്മാവ് തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവാസം മാറ്റി അവളെ ഉറപ്പിച്ച് ദൈവകൃപയിലേക്ക് നിർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം. റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ സ്തോത്രം പറയുന്ന ഒരു ഉറപ്പ്. സ്തോത്രം, ഹല്ലേലൂയ. ആശയിൽ സന്തോഷിപ്പിൻ, കട്ടതിൽ സഹിഷ്ണുത. ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഒരു കാര്യം പറയാം, ആശയിൽ സന്തോഷിപ്പിൻ. ആമേൻ, സ്തോത്രം. ആ വാക്യം പിന്നീട് നിങ്ങൾ ധ്യാനിക്കണം കേട്ടോ. ആശയിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവ് ദൂത് പറഞ്ഞപ്പോൾ 70 വർഷം കഴിഞ്ഞ് മടക്കി വെക്കുന്നപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ ആ ദൂത് ഏറ്റെടുത്തു, അവർക്കൊരു പ്രത്യാശ ഉണ്ടായി. ഇവിടെ 12:12 പൗലോസ് പറയും, ചെറിയൊരു വാക്യമാണ്. ബ്ലസ്സി സിസ്റ്റർ വന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ. പരിശുദ്ധാത്മാ പറയാ വാക്യം, റോമർ 12:12. സ്തോത്രം. ദൈവാത്മാ പറയുന്നു, ആശയിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. എന്താ ആശ? ഹോപ്പ്, പ്രതീക്ഷ, പ്രത്യാശയിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. ഒന്നുമില്ലാത്തവർക്ക്, തകർന്നിരിക്കുന്നവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യാശ. ആശയിൽ സന്തോഷിക്കുക, ആശയിൽ സന്തോഷിപ്പീൻ. പൗലോസ് പല കാര്യങ്ങളൊക്കെ സന്തോഷിക്കാൻ പറയുന്നുണ്ട്. ഫിലിപ്പിലാകത്ത് മുഴുവൻ സന്തോഷിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്.
വേറെ എങ്ങും പറയാത്തൊരു കാര്യമാണ് ഇവിടെ റോമർ 12:12 പറയുന്നത്. പ്രത്യാശയിൽ എന്ത് ചെയ്യണം? ആശയിൽ സന്തോഷിക്കാം, പ്രതീക്ഷയിൽ സന്തോഷിക്കാം. അല്ലാത്തവർക്ക് സന്തോഷമൊന്നുമില്ല കേട്ടോ. ആമേ, സ്തോത്രം. ആമേ, ദൈവമക്കൾ എന്താ ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന പലർ എപ്പോഴേ സൂസൈഡ് ചെയ്യേണ്ടവരാ. ആമേൻ, എപ്പോഴേ ജീവിതം അവസാനിപ്പിക്കേണ്ടവരാ. എപ്പോഴേ ആമേ, സ്തോത്രം, ഈ ആത്മീയ ലോകമൊക്കെ വിട്ട് ആമേ എല്ലാം കളഞ്ഞിട്ട് ആമേ പോകേണ്ടവരാ. എന്താ പോകാത്തതെന്ന് അറിയാമോ? കർത്താവ് കൊടുത്ത ഒരു ആശയുണ്ട്. ആ ആശയ്ക്കകത്തൊരു സന്തോഷമുണ്ട്, ആ പ്രതീക്ഷയ്ക്കകത്തൊരു സന്തോഷമുണ്ട്. ആമേൻ, അതാണ് നമ്മളെ നിർത്തുന്നത്. ഹല്ലേലൂയ. ഒരു വലിയ പ്രതീക്ഷ, ആശയിൽ സന്തോഷിപ്പീൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആ പ്രതീക്ഷ. ആമേൻ, ചില പ്രതീക്ഷകളുണ്ട്, ചില ആശകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. അത് കർത്താവ് തന്ന ആശയാണ്. ആ പ്രതീക്ഷ കർത്താവ് തന്നതാ. അതിനാണ് സന്തോഷം, നമുക്ക് അതിലാണ് പ്രത്യാശ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരു വാക്യം ശലോമോൻ പറയുന്നുണ്ട്, മരമായിരുന്നാൽ എന്തുണ്ട്? ആമേൻ, സ്തോത്രം, പ്രതീക്ഷയുണ്ട്. അത് വെട്ടിയാലും ആമേൻ അത് കുറ്റിയിൽ നിന്ന് കിളിർത്തു വരുമെന്നാ. ആമേൻ, വെള്ളത്തിന്റെ മണമടിച്ച് അതിന്റെ വേരിൽ നിന്നൊരു കൊമ്പ് മുളച്ചിങ്ങനെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2026 ചിലതൊക്കെ മുളച്ചു വരണം കേട്ടോ. ആശയിൽ സന്തോഷിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ. പ്രവാസകാലം കഴിയാൻ പോവുക. ആമേ, കട്ടത മാറാൻ പോവുക. ആമേ, പ്രവാസം കഴിയാൻ പോവുക. ആമേ, പ്രവാസം കഴിയാൻ പോവുക. എൽസിദോൻ. ആമേ, സ്തോത്രം. ദേവദാസിയെ പരിശുദ്ധമ്മ പറയുന്നു, ആശയിൽ സന്തോഷിച്ചു. പറഞ്ഞ ദൂതരെല്ലാം സന്തോഷിച്ചു. ആമേ, പറഞ്ഞ വെളിപ്പാടിലൊക്കെ അങ്ങ് സന്തോഷിച്ചു. ആമേ, ദൈവദാസന്മാർ പറഞ്ഞ് വെറുതെ ആകത്തില്ല. ആമേ, ദൈവദാസിമാരെ കൂടെ പറഞ്ഞ വെറുതെ ആകത്തില്ല. കണ്ട ദർശനങ്ങൾ വെറുതെ ആകത്തില്ല. ആമേ, സ്തോത്രം. ആശയിൽ സന്തോഷിക്കണം, ആശയിൽ സന്തോഷിക്കണം. ആമേ, പ്രത്യാശയിൽ സന്തോഷിക്കണം. ആമേ, നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി വരും. അതൽ ഖമനഘടക ശംഭമാലവ. ആമേ, രിതൽഖമാന ഹദ്ദുന രകാരക. ആമേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേ, ആശയിൽ സന്തോഷിപ്പി. ഇതേ കാര്യമാണ് എസ്ര പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് ആറ്റിന്റെ അരികത്തിൽ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു ഉപവാസം തീരുമാനിച്ചു. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? ഒരാശ ഉണ്ടായിരുന്നു, ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ദൈവാത്മാവ് കൊടുത്തൊരു ചിന്ത ഉണ്ടായിരുന്നു. അവൻ ഒരു മടങ്ങി വരവിന്റെ ഒരു ദൂതുണ്ടായിരുന്നു. യെരമ്യാവിൽ കൂടെ വെളിപ്പെട്ട ഒരു ദൂതുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു വന്ന ആമേൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്കും അവൻ 70 വർഷം മുമ്പ് ദൂത് കേട്ട ചിലരൊക്കെ എസ്രായോട് കൂടെ ഇപ്പൊ ആറ്റിന്റെ അരികിലുണ്ട്. മനസ്സിലായോ? അവൻ 1-ാം വയസ്സിലും 2-ാം വയസ്സിലും ദൂത് കേട്ടോ ഇങ്ങനെ കേട്ടിരുന്നത് 70 വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വരവുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അവർ പറയാ, പ്രവാചകൻ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. ഉറപ്പുള്ളവർക്ക് ഉപവസിക്കാൻ പറ്റത്തുള്ളൂ, ധൈര്യമുള്ളവർക്ക് ഉപവസിക്കാൻ പറ്റത്തുള്ളൂ, ഉറപ്പുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ളവർക്ക്, പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ ആമേൻ, സ്തോത്രം, പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥന പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. എന്തിനാ ഉപവസിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് പറയാനൊരു കാരണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും പ്രായമായിട്ട് എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇത്രയും ഉപവസിക്കുന്നതൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ആമേൻ, ഒരു ആശ, ഒരു പ്രതീക്ഷ, പരിശുദ്ധാത്മാവ് തന്ന ഒരു ധൈര്യം, ഒരു വിശ്വാസമുണ്ട്. അതിന്റെ മുഴുവൻ നിവർത്തീകരണവും പ്രാപിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകത്തുള്ളൂ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ കർത്താവിൽ ധൈര്യപ്പെട്ടാൽ ശഖമന സന്തര ജഗൽഖമാനെ അർദ്ധമാല അവശന്തരാധികാരഘടകസ്തി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ധൈര്യം ഉണ്ടായിരിക്കണം, ധൈര്യം ഉണ്ടായിരിക്കണം. ആമേൻ. ദോഷകരമായ ഒരു വാക്കും പറയരുത്, നിരാശപ്പെടുത്തുന്ന വാക്ക് പറയരുത്. ആമേൻ. ദൈവഗതം അല്ലാത്തൊരു വാക്ക് പറയരുത്. ആമേൻ. ദൈവാത്മാവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയരുത്. കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് പറഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമുക്ക് നാശം വരുത്തുന്നതും നമുക്ക് തിന്മയായി വരുന്നതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്, പറയരുത്. പകരം ആശയിൽ സന്തോഷിക്കണം. എന്താ നിനക്ക് എത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ പറയണം, എനിക്കൊരു ആശയുണ്ട്, ദൈവം തന്നൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, അതിലാ ഞാൻ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ.
അറാഖമന സ്വന്തമാലകടകസി. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ബിജോയ് ആമേൻ ബ്രദറിന്റെ കൂടെ ഇരിക്കുന്ന മാതാവിനോട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവാത്മാവ് പറഞ്ഞ ചില ദൂതുകളുടെ നിവൃത്തീകരണം. ആമേൻ. സ്തോത്രം. അതൊക്കെ കാണും, കണ്ണുകൊണ്ട് തന്നെ കാണും, ചെവി കൊണ്ട് കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ആമേൻ യാക്കോബിനെ മടക്കി വരുത്തിയതുപോലെ ഒരു മടങ്ങി വരവ്. സ്തോത്രം. ആമേൻ. പ്രിയ മാതാവിനെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ, ഒരു വടിയുമായി പുറപ്പെട്ടു, ഇപ്പോൾ വലിയ കൂട്ടങ്ങളാക്കി എന്നെ ബ്ലസ് ചെയ്ത് വർദ്ധിപ്പിച്ചെന്ന് യാക്കോബ് പറയുന്ന പോലെ ഒരു വർധനവിന്റെ ആമേൻ ചില ദിവസങ്ങൾ മുമ്പിലുണ്ട്. ആമേൻ. ചില ആമേൻ പെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ ആമേൻ ഉണ്ട്. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു മുന്നേറട്ടെ. ആമേൻ. സ്തോത്രം. ഉള്ളിൽ സന്തോഷിക്കേണ്ടത് ആമേൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ശുഭഭാവിയെ ഓർത്തുകൊണ്ടാണ്. ആമേൻ. അതിൽ ധൈര്യപ്പെടട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അറിയിച്ച ആലോചനകളുടെ നിവർത്തീകരണം കണ്ടുകൊണ്ട് കാണാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു മുന്നേറട്ടെ. ആമേൻ. വലിയ കൃപ ആമേൻ ഈ ദിവസങ്ങളിൽ പകരപ്പെടാൻ പോവുകയാണ്. അറാദൽ ഖാമന സംഭമാരഘടകസ്തി. ശരീരത്തിൽ സൗഖ്യം ദൈവാത്മാവ് കൽപ്പിക്കുന്നു. ആമേൻ. ചില വിടുതലുകൾ ആമേൻ അക്ഷരികമായി തന്നെ അവ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് പോരാടട്ടെ. ദൈവം ചില കരങ്ങൾ, ദൈവത്തിന്റെ കരം വെച്ച് ആമേൻ ചിലതിനെ തൊട്ട് ഒരു വലിയ വ്യത്യാസം വരുത്താൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 27:14. ആമേൻ. നമുക്കറിയാമല്ലോ ആമേൻ ദൈവമക്കൾക്കെല്ലാം സുപരിചിതമായിരിക്കുന്ന വേദഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങളിലെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. 27:14 അത്ര ഉറപ്പ്. ആമേൻ. 27 സങ്കീർത്തനമൊക്കെ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ ആമേൻ എത്രയോ പ്രാവശ്യം നമ്മൾ അറിയിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. ആമേൻ. ആ 27 ആമേൻ സ്തോത്രം 14-ാമത്തെ വാക്യം, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. ഈ സങ്കീർത്തനത്തിൽ മറ്റു പലയിടത്തും ഈ വാക്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രവാസികളോട് പറയുക, കൈവിടപ്പെട്ടു പോയവർ പറയുക, വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവർ പറയുക, ആമേൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോടൊക്കെ പറയുക, ആമേൻ സ്തോത്രം. അടിമകളായി പോയവരോട് പറയുക, ആമേൻ എല്ലാ തരത്തിലും അടിമകളായവരോട് പറയുക, ആമേൻ സ്തോത്രം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ആശയിൽ സന്തോഷിക്കട്ടെ. ആമേൻ. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. തൊട്ട് പറയിൽ 13-ാമത്തെ വാക്യമുണ്ട്. ആമേൻ സ്തോത്രം. എന്താണെന്നറിയാമോ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീണ്ടും ഓർപ്പിക്കുകയാണ്, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറാദൽ ഖമനഗടഗസ്തി. ആമേൻ. റികപ്പന ശന്തരാരക. അവൻ നീതിമാൻ പട്ടണം കിടക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ. ആമേൻ സ്തോത്രം. ശമരിയുടെ പരിവാദിക്കൽ ആമേൻ സ്തോത്രം വലിയൊരു വലിയ ബിസിനസ് നടക്കുമെന്ന് എലീശാ പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അകമ്പടി നായകന് മാത്രമല്ല, പലരും വിശ്വസിച്ചില്ല. അവിടെ നിന്ന് പേര് എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. മനുഷ്യനെ പുഴുകി തിന്നത്തക്കവണ്ണം അതികഠിനമായ ക്ഷാമമായ ശമരിയിൽ. ആമേൻ സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതി മാറുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഷദലജൽ ഖമനഗടഗസ്തി. ആമേൻ സ്തോത്രം. എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തിന്ന് തൃപ്തിയായി മിച്ചം വരുന്നത് കച്ചവടം നടത്തുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്ഷാമം കൊണ്ട് ആമേൻ സ്തോത്രം മനുഷ്യൻ മരിച്ചു വീഴുന്നിടത്ത് ഒറ്റ രാത്രി കൊണ്ട് സമൃദ്ധി വെളിപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മകൾ ഓർത്തു കൊള്ളണം. ആമേൻ. ശുഭഭാവി. ആമേൻ. രികൽഖമനഗടഗസ്തി. ഹൃദയം ഒന്ന് ഉറയ്ക്കട്ടെ. ആമേൻ. പറയ യഹോവയിൽ പ്രത്യാശ വെക്ക്, ധൈര്യപ്പെട്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ തകിടം മറിയും. ഒറ്റ രാത്രി കൊണ്ട് ദൈവം തിരിച്ചു കളയും. സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, മാസങ്ങളായി നീളുന്ന പ്രതിരോധം, ശത്രു വളഞ്ഞിട്ട് ശമരിയ വളഞ്ഞൊതുക്കി, അകത്തോട്ടും പുറത്തോട്ടും യാത്രയില്ല, സാധനങ്ങൾ വിൽക്കുന്നില്ല. ആമേൻ. ചത്തുപോയ കഴുതയുടെ തലയ്ക്ക് പോലും വില കൂടുതലാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ദേശത്ത് ആമേൻ മാസങ്ങളായി ആമേൻ സ്തോത്രം ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥ തുടരുമ്പോൾ
പരിശുദ്ധാത്മാ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതി മാറുമെന്ന്, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ സ്ഥിതി മാറുമെന്ന്. ആമേൻ, സ്തോത്രം, ശുഭഭാവി ഉണ്ടാകുമെന്ന്. ഒന്ന് പ്രാർത്ഥിച്ച്. ചിലരൊക്കെ പറയാ ഒരു രാത്രി ദൈവത്തിന്റെ ഒരു രാത്രി പോലും വേണ്ട എങ്കിൽ പോലും ഇതുപോലെ പറയാ, ഒരു രാത്രി ഒന്ന് നേരം വെളുക്കുമ്പോൾ, ഇരുട്ടി വെളുക്കുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ വിശ്വസിച്ചേ പറ്റൂ, വിശ്വസിച്ചേ മതിയാവൂ. ഒരു രാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവസ്ഥ മാറുമെന്ന്, സ്ഥിതി മാറുമെന്ന്, അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്, ആമേൻ, മാറ്റം ഉണ്ടാകുമെന്ന്, വിടുതൽ സംഭവിക്കുമെന്ന്. ആമേൻ, വിശ്വസിക്കണം. ആമേൻ, ശുഭഭാവിയിൽ വിശ്വസിക്കണം. ആമേൻ, പ്രത്യാശയിൽ സന്തോഷിക്കണം, ആശയിൽ സന്തോഷിക്കണം. ആമേ, ഷൈനി ജോർജ് എന്ന് പറയുന്ന ഡിവൈസിലുള്ള രണ്ടുപേരോടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഷൈനി ജോർജ് വിശ്വസിച്ചാട്ട് ഒറ്റ രാത്രി കൊണ്ട് ശമരിയുടെ ക്ഷാമം മാറ്റിയെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതി മാറ്റിയെങ്കിൽ, അറാദൽ ഖമനഘടകസി അഖമാനക അൽഗമാനഘടകസി രകൽഖമാനക, ആമേ, ഒറ്റപ്പാത്ര എണ്ണ കൊണ്ട് പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കടങ്ങൾ വീട്ടിയെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ഒരൊറ്റ മരച്ചില്ല കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മഴു, ആമേ, ഇരുമ്പ് പൊങ്ങി വന്നെങ്കിൽ, ആമേ, ഷൈനി ജോർജ് അടിവേശിലുള്ള പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേ, ദൈവത്തിന് ഒരു രാത്രി മതി, ഒറ്റ രാത്രി മതി, ഒറ്റ രാത്രി മതി, ഒറ്റ രാത്രി മതി. ആമേൻ, വിശ്വസിച്ചു. ആമേൻ, സ്ഥിതി മാറ്റാൻ അത്ഭുതം പ്രതീക്ഷിച്ചു കൊള്ളണം. അത്ഭുതം കണ്ട ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, സ്തോത്രം. പരിശുദ്ധമായി പറയുന്നത്, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. ആമേൻ, സ്തോത്രം. ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ആറാദൽ കമനഘടകശ്രീ, ആമേൻ, ഒരു ചൂണ്ടലിട്ടുകൊണ്ട്, ആമേൻ, ആ മീനിനോട്, ആമേൻ, സ്തോത്രം, ആ മീനിനെ എടുത്ത് അതിന്റെ വായ തുറക്ക്. ആമേൻ, നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് യേശുവിന്റെ നാമത്തിൽ, നമ്മുടെ രണ്ടുപേരുടെ കടം വീട്ടാനുള്ളത് വായിക്കകത്ത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. അറാഖീമിനി ശബ്ദോ റികൽക്കമാന. ആമേൻ, സ്തോത്രം. സാറ്റിസ്ഫൈഡ് ആകത്തക്കവണ്ണം, തൃപ്തിയാകത്തക്കവണ്ണം, കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തക്കവണ്ണം. യെസ്, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ചില വിഷയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ളത്. ആമേൻ, ആമേൻ, കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വെറുതെ അല്ല, ഉപവസിക്കുന്ന വെറുതെ അല്ല, പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല. ആമേൻ, ഹൃദയം ഉറക്കട്ടെ, ആത്മാവിൽ ധൈര്യപ്പെടട്ടെ. ആമേൻ, സ്തോത്രം. ഷൈനി ജോർജ് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, ചതുർബ്രഹ്മപ്പണം ആമേൻ കരുതിയിട്ടുണ്ട്. സമയമാകുമ്പോൾ നിന്റെ ചൂണ്ടലിലേക്ക് ആ മീനെ അടുപ്പിക്കുന്ന, ആമേൻ, നിന്റെ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് ഒരു കൂട്ടം പെരുത്ത മീൻകൂട്ടത്തെ അടുപ്പിക്കുന്ന ഒരു ദൈവിക നിയോഗമുണ്ട്, ദൈവിക പദ്ധതിയുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ആമേൻ, പ്രാർത്ഥനയുടെ വിടുതലാത്, പ്രാർത്ഥനയുടെ ഫലമാ, വിശ്വാസത്തിന്റെ ഫലമാ, പ്രത്യാശയുടെ ഫലമാ. ദൈവം കൈവിടുകയില്ല, ദൈവം ഉപേക്ഷിക്കുകയില്ല, ദൈവം മറന്നു കളയുകയില്ല. കർത്താവ് കൂടെയുണ്ട്, തനിച്ചു വിടുകയില്ല. ആമേൻ, വെറും കൈയായി അയക്കുകയില്ല, തല കുനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, സ്തോത്രം. ഒരു പ്രവാസം കഴിയും, ഒരു മടങ്ങി വരവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. മടങ്ങി വരവുണ്ട്, ഇതിന്റെ പ്രവാസം കഴിയും. ആമേ, റിഖൽ ഖടാദി ആരഘടകസ്തി. ആമേ, കാരാഗ്രഹത്തിൽ ജോസഫിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന പോലെ ചില കുടുക്കുകളിൽ നിന്നും കെണികളിൽ നിന്നും അകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ആമേ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നിട്ട് ആമേൻ ഒരു സ്വാതന്ത്ര്യം തരാൻ പോകുന്നു, ഒരു സ്വാതന്ത്ര്യം തരാൻ പോകുന്നു. നീ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം, നീ ആഗ്രഹിക്കുന്ന സമാധാനം പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. ആമേ, ബന്ധനങ്ങൾ അഴിയട്ടെ, പൂരകൾ അഴിഞ്ഞു മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സമ്പത്തിന്റെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ, ഭാവിയുടെ മേൽ കെട്ടിയിരിക്കുന്ന കെട്ട് ഈ പകൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രത്യേക നിയോഗം തരുന്നുണ്ട്. ഡിവൈസിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ഒരു വലിയ കെട്ട് പൊട്ടുകയാണ്, ഒരു വലിയ ബന്ധനം അഴിയുകയാണ് ഇപ്പൊ തന്നെ. ആമേൻ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കൾ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ.
ചങ്ങല അഴിയുന്ന പോലെ, കാരാഗ്രഹത്തിൽ പുറത്തു വരുന്ന പോലെ, ഇരുട്ട് മാറി വെളിച്ചം വരുന്നത് പോലെ, ഹൃദൽ കമനഘടകസി, കാലിലെ മുള്ളെടുത്ത് കളയുമ്പോൾ കിട്ടുന്ന ആശ്വാസം പോലെ ഹൃദയത്തിനകത്തുനിന്നൊരു ഭാരം ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നു. ദൈവം അക്ഷരികമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു പൂട്ട് തുറക്കുന്നത് പോലെ, ഒരു ലോക്ക് അഴിക്കുന്ന പോലെ, ഒരു കോഡ് തിരിച്ചറിഞ്ഞിട്ട് അത് അഴിക്കുന്നത് പോലെ അറവൽ കമനഘടകസ്തി ഒരു സ്വാതന്ത്ര്യം ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെളിപ്പെടുന്നു. അമ്മമാർ റെഖമാനഘടകസ്തി യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. വരും ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കാൻ പോവുക. വിശ്വാസത്തോടെ നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന തുടരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയം മുമ്പോട്ട് പോകുന്ന അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ചില നിരൂപണങ്ങളുണ്ട്, ദൈവത്തിന്റെ ചില ആലോചനകളുണ്ട്. അത് എല്ലാം ഒന്നും ദൈവം വെളിപ്പെടുത്തത്തില്ല. അതേ പറഞ്ഞു വന്നത്. യെരമ്യാ പറയുക, എനിക്ക് നിങ്ങളെ പറ്റി നിരൂപണങ്ങളുണ്ട്, അത് മൊത്തം കൂടി ഇപ്പൊ ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാ പറയുക, ദൈവം പറയുക, ദൈവാത്മാ പറയുക, അത് ഒരു കാര്യം ഓർത്തന്നെ കൺക്ലൂഷൻ പറയുക, മൊത്തത്തിൽ ചുരുക്കി പറയുകയാണ്. അത് നിങ്ങൾക്ക് തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടത്രേ. നിങ്ങളുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിട്ടാ. നിങ്ങളുടെ പ്രവാസം കഴിയും. നിങ്ങളുടെ കഷ്ടത മാറും. ദൈവത്തിന്റെ പ്ലാനുകൾ നടപ്പിൽ വരും. ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കും. അത് എത്ര വൈകിയാലും അത് നിവർത്തീകരിക്കും എന്നാണ് എന്റെ മകൾ പരിശുദ്ധാത്മാവിൽ പറയാറുള്ളത്. നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ഓർക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ടല്ലോ. അതാ നമ്മുടെ ബലം. ആശയിൽ സന്തോഷിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ വിടുതലുകൾ പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ, അല്ല ഇന്ന് പകൽ തന്നെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു. കർത്താവ് കരുതിയിട്ടുണ്ട്. കർത്താവ് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ മറന്നു കളയുന്നവനല്ല. ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം പ്രിയപ്പെട്ടവർ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ.